എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോവയ്ക്ക റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി കോവയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പിന്നെ നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കട്ട് ചെയ്ത കോവയ്ക്കയിൽ 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, വറുത്ത് പൊടിച്ച അരിമാവ് 2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് റോസ്റ്റ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. നമ്മൾ മസാല പുരട്ടി വെച്ച കോവയ്ക്ക ഇവിടെ റെഡിയായി. ഇനി ഒരു ഇരുമ്പിലെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് വീതം കോവയ്ക്ക നമുക്ക് വറുത്ത് കോരി എടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ച് ചെറു തീയിലിട്ട് ഇളക്കി ഒന്ന് വറുത്ത് കൊടുക്കണം. തിരിച്ച് മറിച്ച് വിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ റെഡിയായി വന്നു. എണ്ണ നല്ലവണ്ണം തോർത്തിയെടുക്കണം. ഇതുപോലെ മറ്റുള്ളത് നമുക്ക് വറുത്ത് കോരാം. ആ വറുത്ത് കോരിയ ബാക്കി എണ്ണയിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്ത് കോരാം. സ്വാദിഷ്ടമായ കോവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.